അനീഷ് MS അനീഷ് കുമാറിനൊപ്പം വനമന്ത്രി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, വിവരങ്ങൾ. രഞ്ജിത്ത്, തീർച്ചയായും എനിക്കൊപ്പം മന്ത്രിയുണ്ട്. അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ നമ്മളെ തേടിയെത്തിയത്. ഇന്നലെ ഒരു പൂർണ്ണ ദിവസം നീണ്ട ഓപ്പറേഷന് ശേഷം കയറ്റി കർണാടകത്തിലേക്ക് വിട്ട ആന അവിടെ വെച്ച് ചെരിഞ്ഞിരിക്കുന്നു. എന്താണ് മിനിസ്റ്റർ അവിടെ നിന്നൊരു വിവരം ലഭിച്ചിരിക്കുന്നത്? അല്ല, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിൽ വിജയകരമായ ഒരു പരിസമാപ്തിയാണ് ഉണ്ടായിരുന്നത്. അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് എല്ലാവരും നടത്തിയത്. പക്ഷെ ഇന്ന് രാവിലെ തികച്ചും വ്യത്യസ്തമായ ഒരു വിപരീത വാർത്തയാണ് നമുക്ക് ലഭിച്ചത്. ഈ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയത്. അത് അത്യന്തം സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ്. വലിയൊരു ആഘാതമാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ബന്ദിപ്പൂരിൽ എത്തിയതിന് ശേഷമാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വിദഗ്ധ പരിശോധനകൾ പൂർത്തിയാക്കി ഉൾവനത്തിലേക്ക് അയക്കാമെന്ന ധാരണയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ആ പരിശോധനയ്ക്ക് കാത്തു നിൽക്കാതെ ആന ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ഉണ്ടായത്. തുടർന്ന് മരണകാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണമെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് ഏറ്റവും ശരിയായ നിയമപരമായ വഴി. ആ പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് മുറക്ക് മാത്രമേ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിലോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കാൻ ഒരു 5 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന്, പിന്നെ NGOയുടെ ഭാഗത്ത് നിന്ന്, ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി വിവിധ മേഖല, പിന്നെ നിയമവിദഗ്ധൻ, വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സമിതി അടിയന്തരമായും രൂപീകരിച്ച് അവരും ഈ കാര്യം വിശദമായി പരിശോധിക്കും. ഇത് രണ്ടും ലഭിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായോ എന്ന് നമുക്ക് നിഗമനത്തിലെത്തിച്ചേരാൻ കഴിയും. ഇതുവരെയുള്ളത് വെച്ച് എല്ലാം സുതാര്യമായാണ് കേരള വനംവകുപ്പ് നിർവഹിച്ചിട്ടുള്ളത്. കാരണം രാവിലെ മാനന്തവാടിയിൽ 7:30 മണിയോടുകൂടിയാണ് എത്തിയത് മുതൽ തുടർന്ന് നടന്ന അതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് ലോറിയിൽ കയറ്റുന്നവരുടെ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് സുതാര്യമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിനൊരു അവസരം ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെ അവസരം ഉണ്ടാകാറില്ല. ഇത് മയക്കുവെടി കൊണ്ട സ്ഥലം ഉൾപ്പെടെ കൃത്യമായി വെടിവെക്കുന്നത് ഉൾപ്പെടെ അതെവിടെ ചെന്ന് കൊള്ളുന്നു എന്നത് ഉൾപ്പെടെ കാണിക്കാൻ പറ്റിയ വിധത്തിലുള്ള സുതാര്യമായ നടപടികളായിരുന്നു ഇന്നലെ രാത്രി വരെ സ്വീകരിച്ചിരുന്നത്. ആ സുതാര്യമായ നടപടികൾ തന്നെ തുടർന്നുള്ള കാര്യത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. 2 ഗവൺമെന്റുകളും ആ നിലയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വെടിവെച്ച് പിടികൂടി കൈമാറുമ്പോൾ ആ സമയത്ത്, അല്ലെങ്കിൽ കർണാടകയ്ക്ക് കൈമാറുന്ന സമയത്ത് ഇതിന്റെ ഫിറ്റ്നസ് പരിശോധിച്ചിരുന്നു, ഇതിന്റെ ആരോഗ്യനില എങ്ങനെ ഉണ്ടായിരുന്നു പരിശോധിച്ചിരുന്നു? അല്ല, കൈമാറ എന്ന് പറയുന്നത് അങ്ങോട്ട് നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എത്തി പരിശോധന നടത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വൽ കൃത്യം മിനിറ്റ് ബൈ മിനിറ്റ് എൻ്റെ അടുത്ത് ഇപ്പോഴില്ല. എന്തായാലും നമ്മൾ അവർക്ക് കൈമാറി നമ്മൾ കേരള ഉദ്യോഗസ്ഥന്മാർ മടങ്ങിയതിന് ശേഷമല്ല അതുണ്ടായിട്ടുള്ളത്. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ആ നടപടിക്രമങ്ങൾ, കൈമാറ്റൽ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പരിശോധിച്ചതിന് ശേഷമല്ലേ കൈമാറ്റൽ നടപടി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം കൈമാറുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണമല്ലോ, തൃപ്തികരമാണെന്ന് അവർക്ക് തോന്നണം. അല്ലെങ്കിൽ ചികിത്സ നിർണ്ണയിക്കണമല്ലോ. ചികിത്സയൊക്കെ അവർ ചെയ്യുമെങ്കിലും ചികിത്സ ആവശ്യമാണ്, കൂടുതൽ ചികിത്സ ആവശ്യമാണ് എന്നൊരു നിഗമനത്തിൽ അവരെത്തിച്ചേരുമല്ലോ. അവിടത്തേക്ക് അവരെത്തിച്ചേരാനുള്ള പരിശോധന പൂർണ്ണമായും നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ആന ഈ മാനന്തവാടി പട്ടണത്തിൽ എത്തുമ്പോൾ തന്നെ അതിന്റെ ഒരു ആരോഗ്യനില അല്പം കുറവായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ ശരീരത്തിൽ അത് ശരിയാണ്. കാരണം നമുക്കത് നിരീക്ഷണത്തിലൂടെയുള്ള നിഗമനമാണല്ലോ. അതെല്ലാം പരിശോധന നടത്തുമെങ്കിൽ ആനയെ പിടിച്ചതിന് ശേഷമുള്ള ശാസ്ത്രീയ പരിശോധനയിലാണല്ലോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക.
അത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. അതാണല്ലോ ഏറ്റവും ഒടുവിൽ ചെയ്യേണ്ട കാര്യം. പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാട്ടിലെയാണെങ്കിൽ നമ്മുടെ കാട്ടിലേക്ക് അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ ചെയ്തവരെ വിടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണല്ലോ അത് പൂർണ്ണ ആരോഗ്യവാനാണ്, അതുകൊണ്ട് കാട്ടിലേക്ക് അയക്കാം എന്ന തീരുമാനം. അല്ലെങ്കിൽ എന്താ, പൂർണ്ണ ആരോഗ്യവാനല്ലെങ്കിൽ നമ്മൾ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ മറ്റ് ആനകളുടെ കാര്യത്തിൽ ചെയ്തതുപോലെ ചികിത്സിച്ചതിന് ശേഷമേ കാട്ടിലേക്ക് അയക്കുള്ളൂ. അപ്പോൾ ആ പരിശോധനയ്ക്ക് കാത്തു നിൽക്കാൻ എത്താനുള്ള സാവകാശം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ അങ്ങേറ്റം ഹസനിൽ പ്രകോപനകാരിയായി പെരുമാറിയിരുന്ന ആനയാണ്. നമ്മുടെ ഇന്നലെ എത്തിയ ശേഷം ആരോടും ഒരു പ്രകോപനം ഉണ്ടാക്കില്ല, അതിന്റെ പോയ സ്ഥലങ്ങളിലൊന്നും പ്രശ്നമുണ്ടാക്കില്ല. അതിൽ തന്നെ ഒരു അവശതയാണോ പ്രകടമാക്കുക, അതോ ആനയുടെ സ്വഭാവം പ്രകൃതം നല്ലതായിരുന്നു എന്നാണോ? അല്ല, അതൊക്കെ ആ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അതിനെ പിടികൂടാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. ചികിത്സിക്കണമെങ്കിൽ പോലും വിദഗ്ധ പരിശോധന നടന്ന പോലും പിടികൂടുക എന്ന ദൗത്യമാണല്ലോ ഇന്നലെ വരെ രാത്രി വരെ നമ്മൾ ചെയ്തത്. പിടികൂടിയതിന് ശേഷമല്ലേ അതിന്റെ ആവശ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പരിശോധിക്കണം എന്ന് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കാട്ടിലേക്ക് അയക്കുന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്ന് രണ്ട് ഗവൺമെന്റുകളും രണ്ട് സംസ്ഥാനങ്ങളുടെ വകുപ്പുകളും തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള നടപടിക്രമങ്ങളും കൃത്യമായി ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ആനയെ പിടികൂടി കാട്ടിലേക്ക് അയക്കണമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ധാരണയെങ്കിലും ഈ ഓപ്പറേഷൻ രാത്രിയിലേക്ക് നീങ്ങി ഈ കുങ്കിയാനകളും മറ്റുമൊക്കെ എത്തി ഇതിനെ തിക്കി കൊണ്ടുപോകുന്നത് രാത്രിയായ ശേഷമാണ്, വെട്ടം പോയ ശേഷമാണ്. അത്തരം ഇരുട്ടിലേക്ക് നീങ്ങിയത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിച്ചു എന്ന് കരുതുന്നുണ്ട്? നമ്മളവിടെ ആകെ ചെയ്ത് മയക്കുവെടി വെക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെയൊന്ന് നമ്മൾ സമയമെടുത്തു എന്ന് പറഞ്ഞു. സമയമെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന എല്ലാം എന്തായിരിക്കും, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന ആരോപണമല്ല ഇന്നുണ്ടാകുമായിരുന്നത്. അതുകൊണ്ട് നടപടിക്രമങ്ങൾ ഇനി എത്ര തന്നെ ആളുകൾ പ്രകോപനപരമായി പെരുമാറിയാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പാഠമാണ് നമ്മളിതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പാലിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നടപടികൾ ചെയ്യും. അതിന് അവരോട് പ്രകോപിതരായിട്ട് കാര്യമൊന്നുമില്ല. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ഇത് ജനവാസ കേന്ദ്രത്തിലൂടെ ഇത്രയും സഞ്ചരിച്ച് മാനന്തവാടിയിലെത്തി. ഈ കോളർ സിഗ്നലുകൾ അവർക്ക് ലഭിച്ചിരുന്നില്ലേ? അതൊരു മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നില്ലേ ഇത്തരമൊരു ആനയെ? അല്ല, അത് കിട്ടിയത് കൊണ്ടാണല്ലോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയത്. അവിടെ എത്തിയതിന് ശേഷം ആനയെ എത്തിയതിന് ശേഷം ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് വന്നതല്ലല്ലോ. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കർണാടക ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നല്ല ബന്ധമുള്ളത്. നേരത്തെ ഈ അറിയിപ്പ് ഇതിന്റെ സഞ്ചാരപഥം നേരത്തെ കിട്ടേണ്ടിയിരുന്നുണ്ട്. സഞ്ചാരപഥം കിട്ടുന്നത് കർണാടക ഫോറസ്റ്റിലുള്ള സഞ്ചാരപഥമാണ് കർണാടക ഗവൺമെന്റിന് കിട്ടുക. അപ്പോൾ അതിന്റെ ബോർഡറിലെത്തുമ്പോൾ റേഞ്ചിന്റെ പ്രശ്നമില്ല, ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അത് സ്വാഭാവികമായ ഒരു പ്രശ്നമാണ്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ഇപ്പോഴും അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് എൻ്റെ തോന്നൽ. എന്നാലും അങ്ങനെ ഒരു ആത്യന്തികമായ നിഗമനത്തിൽ ഞാൻ എത്തുന്നത്. ആ പരിശോധന പൂർത്തിയാവട്ടെ, പരിശോധനയ്ക്ക് ശേഷമുള്ള പഠനവും നടക്കട്ടെ. ആ പഠനത്തിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ച് മറ്റു പരിപാടികൾ, മറ്റു നടപടികളും സ്വീകരിക്കും. കേരളത്തിൽ എത്തിയ ഒരു ദിവസം വല്ലതും നിശ്ചയമുണ്ടോ? ഈ നമ്മൾ ഈ അവസാനം അറിഞ്ഞപ്പോഴാണോ അതോ 12 ദിവസം മുമ്പ് തിരുനെല്ലിയിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? അങ്ങനെ വിവരമൊന്നും നോക്കില്ല. എന്നിട്ട് നമുക്ക് വലിയ വിഷമമുണ്ട്. കാരണം നമ്മൾ ഇതുവരെ നടത്തിയ ആനകളുടെ ഓപ്പറേഷനുകളെല്ലാം വലിയ വിജയമായിരുന്നു, അല്ലെ? എല്ലാ ഓപ്പറേഷനും വിജയമായിരുന്നു. നടക്കുന്ന ഒരു വാർത്തയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വേദനിപ്പിക്കുന്നതുമാണ്. നമ്മൾ ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് എത്തിപ്പോയതിൽ എനിക്കും അതിയായ ദുഃഖമുണ്ട്. എന്തായാലും മിനിസ്റ്റർക്ക് അഗാധമായ ദുഃഖം തന്നെയാണ് ഈ വിഷയത്തിൽ, ഈ തണ്ണീർക്കൊമ്പന്റെ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നത്. ഒപ്പം ഒരു 5 അംഗ ഉന്നതതല കമ്മിറ്റി ഇതിനകം ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക വനംവകുപ്പിന് കൈമാറി വേണ്ടത്ര പരിശോധനകൾ നടത്തും മുമ്പ് കൊമ്പൻ ചെരിയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതുവരെയുള്ള എല്ലാ കൊമ്പൻ ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ നടന്ന ഓരോ സംഭവങ്ങളും കൃത്യമായി വിലയിരുത്താനാണ് സർക്കാർ ഒരുങ്ങുന്നത്. അനീഷ്,